ഹായ് ഗൈസ്, ഇത് നമ്മളുടെ പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ പേപ്പർ ബേസ് ആണ്. ആദ്യമായിട്ടൊരു A4 സൈസ് പേപ്പർ എടുത്ത് അത് ഓപ്പോസിറ്റായിട്ട് മടക്കിയതിന് ശേഷം അത് തുറന്നിരിക്കുന്ന ഭാഗം അപ്പുറത്തെ ഓപ്പോസിറ്റായിട്ട് മടക്കുക. അതിനുശേഷം അത് തിരിച്ചെടുത്ത് അപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റായിട്ട് മടക്കുക. അടുത്തതായിട്ട് ആ തുറന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ രണ്ട് ഓപ്പോസിറ്റായിട്ട് മടക്കുക. അത് ഒരു സൈഡ് മാത്രം ചെയ്യുക. അതിനുശേഷം അത് തിരിച്ച് വെച്ചതിന് ശേഷം ആ താഴത്തെ എൻഡ് പോർഷൻ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സെയിം രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ കുറച്ച് പോർഷൻ മാത്രം വന്നിട്ടുള്ള ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ആ ചെറിയൊരു പോർഷൻ ഫോൾഡ് മാത്രം ചെയ്തിട്ടുള്ള അവിടെ മാത്രം ഇത്തിരി ഫെവിക്കോൾ ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് ഭാഗമായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. അതൊന്ന് സ്റ്റിക്കായി വരാൻ. സ്റ്റിക്ക് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ആക്കാൻ. എന്നിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം നമുക്ക് ആ ബോർഡർ ഫുൾ നമുക്ക് ചെറിയ ലൈന് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം ഗൈസ്. പേപ്പറിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം അതേപോലത്തെ പേപ്പർ ഇതെടുക്കാം. അതിനുശേഷം എല്ലാ സൈഡും ഒന്ന് വരച്ചു കൊടുക്കാം. 1 ഭാഗം മാത്രം ഫില്ലാക്കൽ, ബാക്കി 3 സൈഡ്സ് ഫില്ലാക്കണം വീഡിയോ കാണിക്കുന്ന പോലെ. എന്നിട്ട് പേഴ്സ് ഒന്ന് നേരെ ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. എല്ലാം സ്കെയിൽ വെച്ചൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ലൈൻ ഇട്ട് ലാസ്റ്റത്തെ ബോർഡറും കൂടെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ എല്ലാ ബോർഡറും ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബോർഡറിലും നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും ഒരു വേർഡ് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇവിടെ പ്രിറ്റി എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ എഴുതാം. അതിനുശേഷം കുറച്ച് ഹാർട്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്യൂട്ട്നെസ് തോന്നിക്കാൻ നമ്മുടെ പേഴ്സിനും. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ യൂണിക്കോണിൻ്റെ ഒരു സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് ഒട്ടിക്കാം. ഞാൻ ഇവിടെ പ്രിൻ്റ് എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിക്കാം. അതിനുശേഷം നമുക്ക് ആ ഹാർട്ടിന് കളർ ചെയ്ത് കൊടുക്കാം. ഓരോ ഹാർട്ടിനായിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. യൂണിക്കോൺ തന്നെ വരയ്ക്കുന്ന നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഈ പേഴ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നതേ ഉള്ളൂ. എല്ലാം നല്ലോണം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ശേഷം ബ്ലാക്ക് സ്കെച്ച് വെച്ച് യൂണിക്കോണിൻ്റെ ബോർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാതെയും വയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡൈ പേപ്പർ പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.
ഇതേപോലത്തെ നല്ല വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റും കൂടെ ചെയ്യണേ.